കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഞാൻ ഏറ്റവും അധികം സാരി യൂസ് ചെയ്ത കാലഘട്ടം 2013-14 ബി.എഡ് പഠിക്കുന്ന സമയം. അതിനെക്കുറിച്ച് ഞാൻ മുൻപും പറഞ്ഞല്ലോ. 5 മിനിറ്റിൽ സാരി ഉടുത്ത് ബസ്സിനായിട്ടുള്ള ഓട്ടോ ഒക്കെ. ബി.എഡ് TTC പോലുള്ള കോഴ്സുകൾ ഒരു 2015 മുൻപൊക്കെ ചെയ്തിട്ടുള്ള 90% ആളുകളും ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതിനുശേഷം പിന്നെ യൂണിഫോമിലൊക്കെ മാറ്റം വരുത്തിയല്ലോ. സാരി മാറി ചുരിദാറൊക്കെ വന്നു. രാവിലത്തെ തിരക്ക് പിടിച്ച ഓട്ടം, പിന്നെ കോളേജിൽ എത്തിക്കഴിഞ്ഞാലുള്ള അംഗവും വൈകുന്നേരത്തെ തിരിച്ചുള്ള ഓട്ടവും ലിറ്ററലി ഓട്ടം തന്നെയായിരുന്നേ. ചെർക്കള സേനം മെമ്മോറിയൽ ബി.എഡ് കോളേജിൽ നിന്ന് ബസ് സ്റ്റാൻഡ് വരെ സാരിയും മുറുക്കി പിടിച്ച് ബാഗും തൂക്കി ഞങ്ങളൊരു ഓട്ടം ഉണ്ടായിരുന്നു. ആ വഴിയിലുള്ള സ്കൂളിൽ നിന്ന് ചെറിയ മക്കൾ അത് കാണുമ്പോൾ അപ്പ് 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 എന്ന് ക്ലാപ്പ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും. പിന്നെ ബസ്സിലെ തിക്കും തിരക്കും കൂടി കഴിഞ്ഞ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ സാരിയൊക്കെ അഴിയാതെ ഇറങ്ങാൻ പെടുന്ന പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. ഒരു ബ്ലൂ സാരി ആയിരുന്നു യൂണിഫോം. ഞങ്ങൾ ഒരുപോലെ അതും ഉടുത്ത് ID കാർഡും തൂക്കി ബസ്സിൽ കയറുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഏത് ടെക്സ്റ്റൈൽസിലാ മക്കളെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന്. ടെക്സ്റ്റൈൽസ് ഒന്നും അല്ല, ബി.എഡ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന്. പക്ഷേ ഏതൊരു ജോലിയിലും സാരി നിർബന്ധിത വേഷമാക്കിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അന്ന് ഞാൻ ഓർത്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഇഷ്ടത്തോടെ കംഫർട്ടായിട്ട് ഉടുത്തു പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് സൂപ്പർ ആയിരിക്കും. ചില ദിവസങ്ങളിൽ അതിനുള്ള മൂഡ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോ ചിലർക്ക് അത് തീരെ കംഫർട്ടായിരിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നിർബന്ധമായ ആ വേഷത്തിൽ തന്നെ വരണമെന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്റെ ബോഡി ഷേപ്പിന് ചേരാത്ത, അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ കംഫർട്ടാക്കി വെക്കാൻ പറ്റാത്ത വേഷം ജോലി സ്ഥലങ്ങളിൽ നിർബന്ധമാക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ഞാനത് സാരിയിലും ഷർട്ടും പാൻസിലും എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. പഠിച്ചു തീരുന്ന കാലം വരെ അതൊക്കെ ഒരു ലൈഫ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷെ ജോലിയിലെങ്കിലും അതിലൊക്കെ മാറ്റം വരണം. അറ്റ്ലീസ്റ്റ് ഇന്ന് എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ചില ദിവസങ്ങളിലെങ്കിലും. എന്തു പറയുന്നു? എനിക്കറിയാം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് അഭിപ്രായമുള്ള ഒത്തിരി പേരുണ്ടാവും. പ്രത്യേകിച്ച് സാരിയിലാണെങ്കിലേ ടീച്ചറായിട്ടൊക്കെ അംഗീകരിക്കാൻ പറ്റൂ എന്ന് പറയുന്നവര്. എന്ന് വെച്ച് തോന്നിയ പോലെ പോകണമെന്നാണോ? അല്ല. ഒരു ദിവസം അങ്ങനെ അല്ലാതെ പോകേണ്ടി വന്ന മെയിൽ അയച്ച് പെർമിഷൻ വാങ്ങുന്ന, അല്ലെങ്കിൽ ധിക്കാരി എന്ന അർത്ഥത്തിലുള്ള കണ്ണുകൊണ്ടുള്ള നോട്ടങ്ങളെയും വേണ്ടി വന്നാൽ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുകയും ചെയ്യുന്ന അവസ്ഥയില്ലേ? അതിനെക്കുറിച്ചാണ് കേട്ടോ ഈ പറയുന്നത്. ജോലി വേണ്ടുന്നവര് മാത്രം അതൊക്കെ അനുസരിച്ചാൽ മതി എന്നാണല്ലോ. അല്ലെങ്കിൽ നിർത്തിപ്പോയിക്കോളൂ, അല്ലേ?